എല്ലാവർക്കും നമസ്കാരം. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 10th +2 ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഗൈഡൻസ് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് CUET UG 2026 കുറിച്ച് വിശദമായി കാണാം. CUET UG കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ്, അതാണ് CUET UG. അതായത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അഡ്മിഷൻ ലഭിക്കുന്നതിനും കൂടാതെ മറ്റ് പല ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഈ സ്കോർ അടിസ്ഥാനമാക്കി കുട്ടികൾക്ക് അവരുടെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നൽകുന്നതായിട്ടും വരുന്നു. അപ്പോൾ അത്തരത്തിൽ എല്ലാ കോഴ്സുകൾക്കും വേണ്ടി ഒരൊറ്റ എൻട്രൻസ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് CUET UG. ഇത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഈ എൻട്രൻസിൻ്റെ അണ്ടറിലാണ് അഡ്മിഷൻ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്. ഈ എൻട്രൻസിലെ സ്കോർ നോക്കിയിട്ടാണ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും കൂടാതെ അനവധി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഈ സ്കോർ അടിസ്ഥാനമാക്കിയാണ് കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ 100-ലധികം സർവകലാശാലകളിൽ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു സ്കോറാണ് ഈ CUET UGയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ യോഗ്യത എന്ന് നോക്കുകയാണെങ്കിൽ +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. +2 പാസ്സായ ആളുകളാവാം, 2026 +2 എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്കും ഈ പറഞ്ഞ CUET UGക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഏജ് ലിമിറ്റൊന്നുമില്ല. അപ്പം നേരത്തെ +2 പാസ്സായിട്ടുള്ള ആളുകൾക്കും ഈ എൻട്രൻസ് എഴുതാവുന്നതാണ്. +2ന് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് സ്ട്രീം പഠിച്ചൊരാൾക്കും ഈ എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. ഇനി എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. മൊത്തത്തിൽ 37 സബ്ജക്റ്റുകളാണ്. 37 സബ്ജക്ട്സാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഈ 37 സബ്ജക്റ്റിൽ 13 ലാംഗ്വേജ് പേപ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 23 ഡൊമൈൻ സബ്ജക്റ്റ് ഉണ്ട്. ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ട്. അപ്പം ഈ 13 ലാംഗ്വേജ് സബ്ജക്റ്റ്, 23 ഡൊമൈൻ സബ്ജക്റ്റ്, 1 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇതിൽ നിന്ന് കുട്ടികൾക്ക് 5 സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓരോ പേപ്പറിനും 50 ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൾസറി ആയിരിക്കും. 60 മിനിറ്റ്സ് ആയിരിക്കും എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഒരു ശരി ഉത്തരത്തിന് 5 മാർക്ക് കിട്ടും. ഒരു തെറ്റുത്തരത്തിന് 1 മാർക്ക് നെഗറ്റീവും ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ് അതിൻ്റെ എക്സാം പാറ്റേൺ വരുന്നത്. ഈ 13 ലാംഗ്വേജ് പേപ്പേഴ്സിൽ നമ്മുടെ മലയാളം അടക്കം ഉണ്ടായിരിക്കും. പിന്നെ ഡൊമൈൻ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള, ഇപ്പം അക്കൗണ്ടൻസി, ബിസിനസ് പോലുള്ള പേപ്പേഴ്സാണ് അതിലുണ്ടായിരിക്കുക. എക്കണോമിക്സ്, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെയാണ് അതിലുണ്ടായിരിക്കുക. പിന്നെ ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ സിലബസ് എങ്ങനെയായിരിക്കും വരിക എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ സിലബസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി, അതുപോലെ ലിറ്റററി ആപ്റ്റിറ്റ്യൂഡ്, ഇത് 3 ആയിരിക്കും അതിലുണ്ടായിരിക്കുക. മെയിനായിട്ട് ഈ 3 കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഡൊമൈൻ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ NCERT ക്ലാസ് 12ൻ്റെ സിലബസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഡൊമൈൻ സബ്ജക്ട്സിലെ എക്സാം ഉണ്ടായിരിക്കുക. NCERT ക്ലാസ് 12ൻ്റെ സിലബസ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ റീസണിങ്, ന്യൂമറിക്കൽ എബിലിറ്റി, ബേസിക് ക്വാണ്ടിറ്റേറ്റീവ് മാത്സ് ഒക്കെയാണ് അതിൽ വരിക. ഇനി ഇതിലെങ്ങനെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന, നമ്മൾ എയിം ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഏതൊക്കെ കോമ്പിനേഷനാണോ പ്രിഫർ ചെയ്യുന്നത്, നമ്മൾ എയിം ചെയ്യുന്ന കോഴ്സ് ഏതൊക്കെ കോമ്പിനേഷനാണോ പ്രിഫർ ചെയ്യുന്നത്, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
അപ്പോൾ JNUവിൽ BComന് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ആക്ച്വലി അതിൻ്റെ കോമ്പിനേഷൻ അതാവണം നിർബന്ധമില്ല. JNUവിൽ BComന് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ചിലപ്പം അവർ പറയുന്നുണ്ടാവുന്ന റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡും ഡൊമൈനിൽ അക്കൗണ്ടൻസിൻ്റെയും അതുപോലെ ലാംഗ്വേജിൽ ഇംഗ്ലീഷിൻ്റെയും മാർക്കാണ് അവർ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴ്സാണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 സബ്ജക്റ്റിലെ സ്കോറ് അവർ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ ഈ 3 സബ്ജക്റ്റും നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം, അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് താല്പര്യമുള്ള ഈ കോഴ്സിന് ഏതൊക്കെ സബ്ജക്റ്റ് കോമ്പിനേഷനാണോ ആവശ്യമുള്ളത് അത് നമ്മളാണ് എന്തായാലും എന്ത് ചെയ്തിരിക്കണം, സെലക്ട് ചെയ്തിരിക്കണം. ഇനി ഇതിൽ മീഡിയം ഓഫ് എക്സാം എന്ന് പറഞ്ഞാൽ മലയാളത്തിലടക്കം നമുക്ക് എക്സാം എഴുതാനുള്ള സൗകര്യമുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി, ബംഗാളി, അസാമീസ്, മറാത്തി, ഗുജറാത്തി, പഞ്ചാബി, ഒഡിയ, ഉറുദു ഈ ഭാഷകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാനുള്ള സൗകര്യം ഉണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജ് പ്ലസ് ഇംഗ്ലീഷ് 2 ഭാഷയിലും എന്തുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സാം സെൻറ്റേഴ്സ് കേരളത്തിൽ പ്രധാനപ്പെട്ട ഡിസ്ട്രിക്റ്റിലൊക്കെ എന്തുണ്ട്, എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം എഴുതാൻ പോകാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇപ്പം ട്രിവാൻഡ്രത്തുണ്ട്, അതുപോലെ കൊല്ലത്തുണ്ട്, പത്തനംതിട്ട ഉണ്ട്, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, അതുപോലെ തന്നെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡൊക്കെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. നമുക്ക് 4 സിറ്റീസ് വരെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ എക്സാം ഫീസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 1000 റുപ്പീസാണ് ഫീസ്. അതുപോലെ തന്നെ EWS, OBC ഒക്കെ 900 റുപ്പീസാണ്. ജനറൽ 1000 അപ് ടു 3 സബ്ജക്ട്സിനാണ്. പിന്നീടുള്ള അഡീഷണൽ സബ്ജക്റ്റിന് 400 റുപ്പീസ് വെച്ചിട്ട് ഓരോ അഡീഷണൽ സബ്ജക്റ്റിനും ആവശ്യമുണ്ടായിരിക്കും. അതുപോലെ OBC, നോൺ ക്രിമിനൽ അല്ലെങ്കിൽ EWSന് 900 റുപ്പീസാണ്. 3 സബ്ജക്ട്സ് അപ് ടു 3 സബ്ജക്ട്സ് 900 റുപ്പീസാണ്. പിന്നീട് ഓരോ അഡീഷണൽ പേപ്പറിനും 375 റുപ്പീസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവർ ഈടാക്കുക. പിന്നെ SC ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 800 റുപ്പീസാണ് അപ് ടു 3 സബ്ജക്ട്സ്. പിന്നെ ഓരോ പേപ്പറിനും 350 ആണ്. ഇനി ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ള ആളുകൾ എക്സാം എഴുതാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അവിടെ 4500 ആണ് അപ് ടു 3 സബ്ജക്ട്സ്. അത് കഴിഞ്ഞിട്ട് ഓരോ പേപ്പറിനും 1800 വെച്ചിട്ടാണ് അവർ ഈടാക്കുക. ഇനി അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് CUET.NTA.NIC.in എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അത് ആദ്യം ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവും. അത് പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ വെച്ചിട്ട് നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അതുപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് വീണ്ടും പേഴ്സണൽ ഡീറ്റെയിൽസ്, സ്കൂൾ ഡീറ്റെയിൽസ്, സബ്ജക്റ്റ് സെലക്ഷൻ, യൂണിവേഴ്സിറ്റി പ്രിഫറൻസ്, എക്സാം സിറ്റി സെലക്ഷനൊക്കെ ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നു. ഫോട്ടോഗ്രാഫ്, അതുപോലെ സിഗ്നേച്ചർ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ഫീ അടയ്ക്കുന്നു. ഫീ അടച്ച ശേഷം നമ്മൾ പേജ് ഡൗൺലോഡ് ചെയ്തിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്താണെന്ന് വെച്ചാൽ 2026 CUT UGൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് January 3 മുതൽ 30 വരെയാണ്. വിൻഡോ ഓപ്പൺ ആയിരിക്കും. 3 to 30 ആണ്. 3-ാം തീയതി 30-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് 31 വരെ ഫീസ് അടയ്ക്കാൻ പറ്റും. 30 വരെ അപ്ലൈ ചെയ്യാം, 31 വരെ നമുക്ക് ഫീസ് അടയ്ക്കാം. February 2 to 4 വരെയാണ് അതിൻ്റെ കറക്ഷൻസിനുള്ള ചാൻസ്. നമുക്ക് കറക്ഷൻസ് ചെയ്യണമെങ്കിൽ 2-ാം തീയതി മുതൽ 4-ാം തീയതി വരെയാണ് എന്ത് ചെയ്യുക, കറക്ഷനുള്ള അവസരം ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് എക്സാം ഡേറ്റ്സ് വരുന്നത് May 11 മുതൽ 31 വരെയാണ്. ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ട്. എന്നാലും May 11-നും 31-ൻ്റെ ഇടയ്ക്ക് തന്നെ എക്സാം നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് അനൗൺസ്മെൻ്റ് ഉണ്ടാവും. ഈ റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസ് അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും.
അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ട പ്രിഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിലെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് വേറെ വേറെ ആയിട്ടാണ് നടക്കുക. നമ്മൾ ഈ സ്കോറിൻ്റെ കൂടെ അവിടെ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പോൾ അവർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്കോർ കൺസിഡർ ചെയ്തിട്ടാണ് അവർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഈ നല്ല സ്കോറുള്ള ആളുകൾ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരും. നമുക്ക് എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മേജർ യൂണിവേഴ്സിറ്റീസ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന മേജർ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്നാണ് നമ്മളെ പ്രധാനപ്പെട്ട എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെല്ലാം ഉണ്ടായിരിക്കും. അതിൻ്റെ പുറമെ പ്രധാനപ്പെട്ട പല യൂണിവേഴ്സിറ്റികളും ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറാണ് അവരെന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്, ജവഹർലാൽ നെഹ്റു JNU ഉണ്ട്, അതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ജാമിയ മിലിയ ഇസ്ലാമിയ ഉണ്ട്, പോണ്ടിച്ചേരി ഉണ്ട്, അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, അങ്ങനെ ഏകദേശം വളരെ പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റീസും ഇതിൻ്റെ അണ്ടറിലാണ് വരിക. പോരാത്തതിന് പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും ഒക്കെ ഈ സ്കോർ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ എടുക്കുന്നത്. അപ്പം അതുപോലെ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ ഉണ്ടായിരിക്കും ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് എന്നുള്ളത്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഇൻഫർമേഷനിൽ ഈ PDF ഉണ്ടായിരിക്കും. നമുക്ക് NTA സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി എങ്ങനെ സബ്ജക്റ്റ് ചൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണയായിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് എങ്ങനെയാണോ സബ്ജക്റ്റ് കോമ്പിനേഷൻ വരുന്നത്, അവർ ഏത് സ്കോറാണോ കൺസിഡർ ചെയ്യുന്നത്, അതാണ് നമ്മൾ എക്സാമിന് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ജനറൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, ഒന്നിലധികം സ്ഥലങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ജനറൽ പേപ്പർ എന്തായാലും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടെസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ ഒരു ലാംഗ്വേജ്, അത് ഇംഗ്ലീഷ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് കൺസിഡർ ചെയ്യുക. പിന്നെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന സബ്ജക്റ്റ്, ഇപ്പോൾ നമ്മൾ BCom ആണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അക്കൗണ്ടൻസി എന്തായാലും നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അതുപോലെ BBA ആണെങ്കിൽ ബിസിനസ് ഉണ്ടായിരിക്കും, അതുപോലെ അക്കൗണ്ടൻസി, അതുപോലെ എക്കണോമിക്സ്, ഇത്തരത്തിൽ കോമ്പിനേഷൻസ് സെലക്ട് ചെയ്യാൻ എന്ത് ചെയ്യുക, ശ്രമിക്കുക. അതുപോലെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, മാത്സ് ഉണ്ട്. ഇത്തരത്തിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന കോഴ്സിനനുസരിച്ച് സബ്ജക്ട്സ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. 5 സബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ സാധിക്കും, എക്സാം എഴുതാൻ സാധിക്കും. ഇനി എന്തുകൊണ്ടാണിത് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 100-ലധികം കോഴ്സുകൾക്ക് അല്ലെങ്കിൽ 100-ലധികം യൂണിവേഴ്സിറ്റികൾക്ക് ഈ ഒരൊറ്റ എക്സാമിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത്. അപ്പം ഈ ഒരു ഒറ്റ എൻട്രൻസ് എഴുതുന്നതോടുകൂടി നല്ല റാങ്ക് കിട്ടുന്നതോടുകൂടി നമുക്ക് ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റിയാണ് വരിക. നമുക്ക് ഇഷ്ടം പോലെ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റേറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്, നമുക്ക് വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റും, നല്ല എക്സ്പോഷർ നമുക്ക് കിട്ടും. ഏത് ഒരു സ്റ്റുഡൻറ്റിനും ഈക്വൽ ചാൻസ് ആയിരിക്കും, നമുക്ക് വലിയൊരു ചാൻസാണ് ഇത്തരത്തിലുള്ള വലിയ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ ബോർഡ് മാർക്കിനേക്കാൾ ഉപരി നമ്മൾ എന്തിനാണ് ഈ എൻട്രൻസിൻ്റെ സ്കോറിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അഡ്മിഷൻ എടുക്കാനും അഡ്മിഷൻ കിട്ടാനും ഒക്കെ കുറേ കൂടി എളുപ്പമായിരിക്കും. പിന്നെ ഒരൊറ്റ എൻട്രൻസാണ്, നമ്മളിതിൽ വേറൊരു ഓരോ യൂണിവേഴ്സിറ്റികളിലും സെപ്പറേറ്റ് പോയിട്ട് എഴുതേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നമ്മൾ ഈ ഒരു സ്കോർ വെച്ചിട്ടാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നത്. അതെന്ത് ചെയ്യുക, എന്തായാലും ഉപയോഗപ്പെടുത്താം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 10th +2 ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഗൈഡൻസും കരിയർ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, ബൈ.